ദീപക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദീപക് ടെൻഷൻ ആയി തോന്നുന്നു കേട്ടോ. പറയൂ ദീപക്. ദീപക് രാവിലെ എന്താ കഴിച്ചത്? ഒരു ടെൻഷനുമില്ല എസ് കെ. എസ് കെ ഏതായാലും രാവിലെ കഴിച്ചിട്ടില്ല എസ് കെ. ചായ കുടിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും പ്രേക്ഷകർ കഴിച്ചിട്ടുണ്ട്. ദീപക് ടെൻഷൻ ആവണ്ട. കാര്യം അവര് കപ്പലണ്ടിയും കടലപ്പൊരിയും അതുപോലെ തന്നെ കട്ടൻ കോഫി ആയിട്ട് ഇരിക്കുകയാണ് ദീപകിനെ കേൾക്കാനായിട്ട്. പറഞ്ഞോളൂ ദീപക്. എസ് കെ, അപ്പൊ നമുക്ക് തള്ളി മറിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രാദേശിക വിഷയമാണ് പൊതുവിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുമെങ്കിലും സാർവദേശീയ വിഷയം മുതൽ ഇങ്ങോട്ട് എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു, ശബരിമല ചർച്ച ചെയ്യപ്പെട്ടു, SIR ചർച്ച ചെയ്യപ്പെട്ടു, പാലസ്തീൻ ചർച്ച ചെയ്യപ്പെട്ടു, പാലത്തായ് കേസ് ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ മലബാറിൽ പൊതുവെ രാഷ്ട്രീയ പോരാട്ടം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയെന്നുള്ളതാണ്. നമുക്ക് കാണാം ഇവിടെ ഇതാ ഈ കൗണ്ടിങ് ഏജന്റുമാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഊഴങ്കാത്ത് അകത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്നു. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇപ്പം കൗണ്ടിങ് ഏജന്റുമാർക്കാണ് ഇനി പണി കൂടുതൽ? കൗണ്ടിങ് ഏജന്റുമാർക്ക് എന്താണ് പണി കൂടുതലൊന്നുമില്ല. നിങ്ങളാണല്ലോ കൃത്യമായി കണക്ക് ഉറപ്പാക്കണ്ടേ? കണക്ക് ഉറപ്പാക്കല്ലോ. അതിനാണ് പുറത്തു വന്ന പാർട്ടി കൈകാര്യം ചെയ്യില്ലേ? പാർട്ടി കൈകാര്യം ചെയ്യൊന്നുമില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ശുഭപ്രതീക്ഷയിലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പ്രവർത്തനം? പൊതുവെ എല്ലാ ജനങ്ങളുടെ ഇടയിലും ഇറങ്ങി സമ്പർക്കമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതെ, രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണം ഉള്ളിൽ പോകാൻ. എസ് കെ, ഈ കൗണ്ടിംഗ് ഏജന്റുമാരുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 8 മണി കൃത്യം വോട്ടെണ്ണൽ ആരംഭിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ 16 ടേബിളുകളാണ്. 16 ടേബിളുകളിലായാണ്, അതായത് 16 ബാലറ്റ് മെഷീൻ ഒരുമിച്ചെണ്ണും. അങ്ങനെയുള്ള 3 ടേബിളുകൾ. ഇതാ ഒരു സ്ഥാനാർത്ഥി നെഞ്ചിടിപ്പോടെ കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിക്ക്? ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതുകൊണ്ട് ടെൻഷനില്ല. ഈ നേരിയ ഭൂരിപക്ഷം ഉള്ളവർക്കാണ് ടെൻഷൻ ഉണ്ടാവുക. നേരിയ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പ്രാവശ്യം LDF എന്നുള്ള നിലക്ക് നല്ല വിശ്വാസത്തിലാണ്. കോർപ്പറേഷൻ UDF പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. കോഴിക്കോട് LDF കഴിഞ്ഞ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങി LDF വരും. അങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഉള്ള സീറ്റ് അതിനേക്കാൾ എത്ര കൂടും? അതിനേക്കാളും കൂടാനേ സാധ്യത ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട്. ആണോ? എസ് കെ, ഇങ്ങനെ അവകാശവാദങ്ങളുടെ ഒരു സമയം കൂടിയാണിത്. കാരണം എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളത് ഈ പ്രവചന മത്സരം നമ്മളവിടെ നടത്തുമ്പോൾ ഇവിടെ ഈ കൗണ്ടിംഗ് സെന്ററിലും വിജയകുമാർ ഇപ്പൊ ഒരു സംഭവം വന്നിരിക്കുന്നു കേട്ടോ. ഒരു മോഹൻ 8020 പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ പ്രവചനത്തിൽ സമ്മാനം കിട്ടുന്നവരെ കുറിച്ച് പ്രവചിച്ചിരിക്കുക. അതൊരു കഴിവല്ലേ? അതായത് ഇന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അദ്ദേഹം കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 10 പേർക്ക് ആർക്കാ കിട്ടുന്ന പറയാം. മുട്ടട 1, ഓയിരിയേട്ടൻ 1, മിനിച്ചേച്ചി, ആതിര, അലി, സാഹോ, നിഷച്ചേച്ചി, രാജൻ, ഹരി, വിഷ്ണു. ഇതാണ് ലിസ്റ്റ്. സത്യം പറഞ്ഞാൽ എന്റെ മോഹൻ, നിങ്ങൾ യഥാർത്ഥ പേരുകാരാണോന്ന് എനിക്കറിയില്ല. ഈ ഫലം കറക്റ്റ് ആവുകയാണെങ്കിൽ എന്റെ വക ഒരു പ്രത്യേക സമ്മാനം ഞാൻ താങ്കളുടെ വീട്ടിലെത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ കയറി ഒരു 2 ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. നമ്മുടെ മൈക്ക് ബ്രദർ പറഞ്ഞു ഒരെണ്ണ ഞാൻ കൊടുക്കുന്നു. നമ്മുടെ പെട്ടുപോയി. ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഈ 10 പേർക്കാണെങ്കിൽ ഞാൻ കൊടുക്കും ഐഫോൺ. വാക്ക് ഇനി അങ്ങനെ ആവൂ. അതായത് മോഹൻ എന്ന് പറയുന്ന ചേട്ടൻ കുറച്ച് ആൾക്കാരുടെ പേര് ശരിയായ പ്രവചനത്തിന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ ദിവസം, അതായത് ഇന്ന് എത്ര വിജയ? ഇന്ന് 13-ാം തീയതി ഡിസംബർ 2025. ഇതിനാൽ നമ്മൾ പറയുന്നു ആ പ്രേക്ഷകന് വില കൂടിയ ഒരു ഐഫോൺ ആത്മീയടക്കം ജീവിതം കട്ടപ്പോ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. നമുക്ക് വലിയൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.